ദൈവം നിങ്ങളെ ഓടി നടന്നുള്ള ശുശ്രൂഷ രംഗത്ത് നിന്നും മാറ്റിയാൽ നിരാശപ്പെടരുത്. ദൈവവേലയ്ക്കായി ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു പുതിയ ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് നൽകി എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഒരു പ്രത്യേക വേല ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു എന്നർത്ഥം. ജീവസന്ദേശത്തിൻ്റെ കേൾവിക്കാർക്ക് ഞങ്ങളുടെ വന്ദനം. 40 രാവും 40 പകലും ദൈവത്തോടു കൂടെ ഇരുന്ന മോശ സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൈവം തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇക്കാര്യം മോശ അറിഞ്ഞില്ല, എങ്കിലും പർവ്വതത്തിന് താഴെ നിന്നിരുന്ന ആളുകൾ അത് തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തും എന്നതിന് യാതൊരു സംശയവുമില്ല. അത് മനോഹരമായ ഒരവസ്ഥയാകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാം. കൊലോസ്യ ലേഖനത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിശുദ്ധി പാലിക്കുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ തുടർച്ചയാണ് നാം ഇവിടെ കാണുന്നത്. 3 രംഗങ്ങളിൽ ക്രിസ്തീയ വർത്തന രീതി എപ്രകാരമായിരിക്കണം എന്ന് കാണിച്ചിരിക്കുന്നു. ആ 3 കാര്യങ്ങൾ: 1 പ്രാർത്ഥന, 2 നമ്മുടെ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ നടപ്പ്, 3 നമ്മുടെ സംസാരം. ദാസന്മാർക്കുള്ള ഉപദേശത്തോടെയാണ് 3-ാം അധ്യായം അവസാനിപ്പിച്ചത്. ദാസന്മാർ എന്നതുകൊണ്ട് അടിമകളായിരുന്നു പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് എന്ന് മറക്കരുത്. 4-ാം അധ്യായത്തിൽ യജമാനന്മാർക്കുള്ള ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. പൗലോസിന് ദാസന്മാരോട് മാത്രമല്ല യജമാനന്മാരോടും, അതായത് മേലുദ്യോഗസ്ഥന്മാരോടും ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനനുണ്ട് എന്നറിഞ്ഞ്. ഈ യജമാനൻ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ മുൻപാകെ, അതായത് ഭൂമിയിലുള്ള യജമാനൻ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ മുൻപാകെ നിൽക്കേണ്ടവനാണ്. വിശ്വാസിയായ ഓരോ യജമാനനും ദാസനും ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ആയതിനാൽ നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്ന പോലെ ചെയ്യേണ്ടതത്രേ. കാരണം നിങ്ങൾ ദൈവപൈതലാകുന്നുവെങ്കിൽ കർത്താവിന് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ പണമാണ്, എൻ്റെ ഫാക്ടറിയാണ്, എൻ്റെ കമ്പനിയാണ്, എൻ്റെ ജോലിയാണ്, ഞാൻ ആർക്കും കണക്ക് കൊടുക്കേണ്ട എന്ന വിധത്തിൽ മറ്റുള്ളവരോട് നാം പ്രവർത്തിക്കരുത്. കാരണം നാം ഇതിൻ്റെ കാര്യവിചാരകരാണ്, കാര്യസ്ഥർ മാത്രമാണ്, ഉടമസ്ഥൻ ദൈവമാണ്. ഇതെപ്പോഴും ഓർത്തോണം. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ഈ 2 വാക്കുകൾ, പ്രാർത്ഥന, ജാഗരിക്കുക, ഇത് ഒന്നിച്ച് പഠിക്കേണ്ടതാണ്. അവ രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളത്രേ. നെഹമ്യാവിൻ്റെ അനുഭവമാണ് അവ വാസ്തവത്തിൽ നമ്മെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത്. യെരുശലേമിൻ്റെ മതിലുകൾ പൊളിഞ്ഞു കിടന്നപ്പോൾ അത് പുതുക്കിപ്പണിയുന്നതിൽ നിന്ന് ശത്രുക്കൾ അവനെ തടസ്സപ്പെടുത്തി. നെഹമ്യാവും മുഖം പൊത്തി കരയുകയല്ല ചെയ്തത്. നമുക്ക് ഇതൊരു പ്രാർത്ഥനാ വിഷയമാക്കാമെന്ന് പറഞ്ഞിട്ട് പഴയതുപോലെ മുമ്പോട്ട് പോവുകയുമല്ല നെഹമ്യാവ് ചെയ്തത്. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. പ്രാർത്ഥിക്കുക, ജാഗരിക്കുക. നിങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അതിൽ മാത്രം മുഴുകി മറ്റൊന്നും ചെയ്യാതിരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുകയും വേണം എന്നത്രേ.
പിന്നെ പൗലോസ് പറയുന്നു സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക എന്ന്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും എന്ന ഉറപ്പുണ്ടായിരിക്കുകയും ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഉത്തരമല്ലായിരിക്കാം എല്ലായ്പ്പോഴും ദൈവം നൽകുന്നത്. എങ്കിലും അവൻ ഉത്തരം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവൻ നൽകുന്ന ഉത്തരം എപ്പോഴും നമ്മുടെ ബെസ്റ്റിനാണ്, നന്മയ്ക്കാണ്. പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെയാകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നത് ശ്വാസം എടുക്കുന്നത് പോലെയും സ്തോത്രം ചെയ്യുന്നത് ശ്വാസം ഉച്ഛ്വസിക്കുന്നത് പോലെയും ആയിരിക്കണം. മനസ്സിലായല്ലോ? അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. ഇനി 3-4 വാക്യങ്ങളിൽ നാം കാണുന്നു, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇന്ന് നാം നമ്മുടെ സഭാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും സുവിശേഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ പൗലോസ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ ജയിലിൽ നിന്നും വെളിയിൽ കൊണ്ടുവരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അവൻ പറയുന്നത് എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും. നോക്കണേ, പൗലോസ് കാരാഗ്രഹത്തിൽ, അതായത് ജയിലിലായിരുന്നു. അവിടെ വെച്ചാണ് അവൻ ഈ ലേഖനം എഴുതിയതും. കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനും തുറന്ന വാതിലിൽ കൂടി പുറത്ത് വന്ന് സുവിശേഷം പ്രസംഗിക്കണം എന്നും പൗലോസ് ഇവിടെ പറയുന്നില്ല. നാം പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെയെങ്കിലും മാറിക്കിട്ടുവാൻ ദൈവത്തെ പരമാവധി നിർബന്ധിക്കും. പൗലോസ് വാസ്തവത്തിൽ ഇവിടെ പറയുന്നത് താൻ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടുള്ള അവസരം തനിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. സുവിശേഷ ഘോഷണത്തിനായി വാതിൽ തുറന്നു കിട്ടണം എന്നുള്ളതത്രേ നമ്മുടെ താല്പര്യം. അതിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ദൈവം അനുവദിച്ച്, ദൈവം അറിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് കൃത്യമായ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ തിരുത്താനല്ല, നമ്മുടെ സൗകര്യത്തിന് ദൈവത്തെ തിരുത്താനായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ജ്ഞാനത്തോടെ പെരുമാറുവിൻ, നടപ്പീൻ. ലോകത്തിൻ്റെ മുൻപാകെ ദൈവ പൈതലിന് ഇന്നൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവമക്കൾ എന്ന നിലയിൽ ഒരു വിഡ്ഢിയെപ്പോലെ പെരുമാറരുത്. വളരെയേറെ ഭക്തി നിർഭരമായ അസംബന്ധം ഇന്നാളുകളിൽ നാം കേൾക്കുന്നുണ്ട്. 1980 കർത്താവ് രണ്ടാമത് വരുമെന്ന് കൊട്ടിഘോഷിച്ച് നടന്ന അനേകരുണ്ട്. അവർക്ക് എവിടെ നിന്നാണ് അറിവ് ലഭിച്ചതെന്ന് അറിയില്ല. അതിൻ്റെ പുറകെ കൂടാൻ വേറെ കുറേ ആളുകളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 2000 വരുമെന്നായിരുന്നല്ലോ പ്രഖ്യാപനം. അതിനുശേഷം വന്നൊന്നും എനിക്കറിയില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു ലോകത്തിനു മുൻപിൽ അപ്രകാരത്തിലുള്ള പ്രസ്താവനകൾ ചെയ്യുവാൻ ഒരു ദൈവപൈതലിന് അവകാശമില്ല. ലോകം ഒരു ദൈവപൈതലിനെ ഭോഷൻ എന്നെണ്ണിയാൽ അത് വേറെ കാര്യം. എന്നാൽ അങ്ങനെ എണ്ണത്തക്കവണ്ണം നമ്മുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ആയിത്തീരരുത്. ശ്രദ്ധിക്കണം. നമ്മുടെ അനുഭവമെന്ന് നാം വിളിച്ചു ഘോഷിക്കുന്ന പലതും മറ്റുള്ളവർ ആക്ഷേപിക്കുവാൻ മാത്രം ഉതകുന്നതായിത്തീരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നില്ല എന്ന് തെളിയിക്കെ എൻ്റെ ആശ്രയം മുഴുവൻ കർത്താവാകുന്നു എന്ന് നാം പാടുകയും വിളിച്ചു പറയുകയും ചെയ്യരുത്. ഏതു വിധേനയും സമ്പത്തുണ്ടാക്കുവാൻ ഓടി നടക്കുമ്പോൾ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു എന്ന് പാടിയാൽ അത് മനുഷ്യർക്ക് മനസ്സിലാകും. അവർ താങ്കളെ വെറും വിഡ്ഢിയായി കണക്കാക്കും, ജ്ഞാനിയായിട്ടല്ല. ലോകത്തിന് മുൻപാകെ നാം വിഡ്ഢിത്തരം കാണിക്കരുത്. അതാണ് പൗലോസ് പറയുന്നത്. ഈ ക്രിസ്തുമാർഗം വെറും മണ്ടത്തരമാണെന്ന് പറഞ്ഞ് പുറത്തുള്ളവർ നമ്മെ ആക്ഷേപിക്കുവാൻ ഇടം കൊടുക്കരുത്. നാം ജ്ഞാനത്തോടെ തന്നെ പെരുമാറണം. ചില പ്രിയപ്പെട്ടവർ തങ്ങളുടെ രോഗത്തിന് ചികിത്സിക്കുവാൻ ഡോക്ടറുടെ അടുത്ത് പോകാതെ ലോകത്തിൻ്റെ മുൻപിൽ ബുദ്ധിഹീനരായി തീരാറുണ്ട്. ആരുടെയും വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല.
എന്നാൽ പലപ്പോഴും അത് വിശ്വാസമല്ല, പേടിയാണ്. വിശ്വാസം നല്ലതാണ്. അന്ധവിശ്വാസവും ഒരുതരം ശാഠ്യവും പലപ്പോഴും നമ്മെ പരിഹാസ വിഷയമാക്കുന്നു. ഞാൻ അത് പറഞ്ഞതിന് കാരണം ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ് ഞാൻ ചികിത്സിക്കാത്തത് എന്ന് പറയുന്നവർ തന്നെ തങ്ങളുടെ ജീവിതം മറ്റു പല കാര്യങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിക്കാതെ മുൻപോട്ട് നയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ചികിത്സിക്കാത്തത് മിക്കവാറും മറ്റുള്ളവരെ അറിയിക്കുവാനല്ലേ? എല്ലാ രംഗങ്ങളിലും കർത്താവിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും എൻ്റെ സൗഖ്യത്തിന് പൂർണ്ണമായും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ്. കർത്താവ് എനിക്ക് ആരോഗ്യം തരും എന്ന് പറഞ്ഞ് ഞാൻ ആഹാരം കഴിക്കാതിരിക്കുന്നില്ല. എന്നാൽ ആഹാരം കഴിക്കുമ്പോഴും ആരോഗ്യത്തിനായി ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. പലരുടെയും പിടിവാശി മൂലം ശരിയായ ശുശ്രൂഷ ലഭിച്ചാൽ സൗഖ്യം ലഭിക്കുമായിരുന്ന അനേകം രോഗികളും മരണത്തിനിരയായി തീർന്നത് നാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തെ പിൻപറ്റുവാൻ മനസ്സില്ലാതെ അനേകർ അവിശ്വാസത്തിലായി തീർന്നു എന്നതും ഓർക്കണം. ഒരു കാലത്ത് ആശുപത്രിയിൽ കയറുന്നത് തന്നെ പാപമെന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത പല സമൂഹങ്ങളും ഇന്ന് ആശുപത്രികൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നു. അവരുടെ മക്കളെ ഡോക്ടേഴ്സാക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സജ്ജരാക്കാനും ഒക്കെ കൂടി മുൻപോട്ടിറങ്ങുമ്പോൾ ഓർത്തോണം, നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമില്ലെന്ന്. അതുകൊണ്ട് പൗലോസ് പറയണ, അതെ, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. വിശ്വാസികളുടെ പെരുമാറ്റമാണ് ഒരു സ്ഥലത്ത് ദൈവവചന സാക്ഷ്യം നിലനിർത്തേണ്ടത്. അവിശ്വാസികൾ ദൈവവചനം വായിക്കുന്നില്ല, എങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതം അവർ വായിക്കുന്നുണ്ട്. പുറത്തുള്ളവർ നമ്മുടെ പ്രസംഗത്തെക്കാൾ നമ്മുടെ ജീവിതം നിരീക്ഷിക്കുന്നുണ്ട്, മറക്കരുത്. അത് മാത്രമല്ല പൗലോസ് പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നത്രേ. അവിടെ സമയം വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ബൈ ബാക്ക് ദ ടൈം എന്നാണ് പറയുന്നത്, റിഡീം ദ ടൈം. അവസരങ്ങൾ പാഴാക്കി കളയരുത് എന്നർത്ഥം. ഏത് സന്ദർഭവും പരമാവധി പ്രയോജനപ്പെടുത്തുക. നഷ്ടപ്പെടുത്തിയ സന്ദർഭം തിരികെ കിട്ടുന്നതല്ല. അവസരങ്ങളെ വില നൽകി വാങ്ങുക. ഒരു അവസരം കാണുമ്പോൾ അതിലേക്ക് താങ്കളെ നയിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ മേൽ ഇടിച്ചു കയറുവാൻ ശ്രമിക്കാതെ വാതിലുകൾ തുറന്നു കിട്ടുവാനായി ദൈവത്തോട് കേണപേക്ഷിക്കുക. അവൻ തക്ക സമയത്ത് വാതിൽ തുറന്നു തരും എന്ന് മറക്കരുത്. എൻ്റെ അനുഭവത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ എനിക്ക് സാക്ഷിക്കുവാനുണ്ട്. അതെ, അവിടുന്ന് വാതിൽ തുറക്കട്ടെ, എൻ്റെ ദൈവം വാതിൽ തുറന്നു തരും. എടുത്തു ചാടി അബദ്ധങ്ങൾ കാണിക്കുന്നതിന് മുൻപ് ദൈവഹിതത്തിനായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെയാണ് നമുക്ക് അധികം വിശ്വാസം ആവശ്യം. ദൈവഹിതം വ്യക്തമാകുന്നത് വരെ പ്രാർത്ഥിക്കുവാൻ, കാത്തിരിക്കുവാൻ നാം തയ്യാറാകണം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അത് നന്നായിരിക്കുന്നില്ലേ? ഒരു ദൈവ പൈതലിൻ്റെ സംസാരം ദോഷത്തെ അകറ്റുന്ന വിധത്തിലായിരിക്കണം, ദോഷം വരുത്തി വെക്കുന്ന വിധം ആയിരിക്കരുത്. ഇവിടെ കൃപ എന്ന് പറയുന്നത് നാം സംസാരിക്കുന്ന വിധവും ഉപ്പ് നാം സംസാരിക്കുന്ന വിഷയവുമാകുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. നല്ല വിഷയമായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ കൃപയോടുകൂടെ അത് നാം സംസാരിച്ചില്ല എങ്കിൽ കേൾക്കുന്നവർക്ക് അരോചകമായിരിക്കും. നാം പറയുന്നത് വളരെ കൃപയോടുകൂടെ ആയിരിക്കും പറയുന്നത് വിഡ്ഢിത്തരമാകുന്നെങ്കിൽ കേൾക്കുന്നവർക്ക് അതൊട്ടും ഇഷ്ടപ്പെടില്ല. കേൾക്കുന്നവർക്കത് അനുഗ്രഹവും ഉത്തേജനവും ലഭിക്കുന്നതായ വാക്കുകളായിരിക്കണം. ഒരു ക്രിസ്തുവിശ്വാസിയിൽ നിന്ന് പുറപ്പെടേണ്ട വാക്കുകൾ വിവിധ രീതിയിലുള്ള ആളുകളോട് സംസാരിപ്പാൻ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം. ചിലരുടെ സംസാരം കലഹമുണ്ടാക്കത്തക്ക വിധത്തിലാണ്. എവിടെ പോയാലും വാദിക്കാൻ ആരംഭിക്കും, തർക്കിക്കാൻ ആരംഭിക്കും. ചിലരുടെ സംസാരം വിദ്വേഷം വളർത്തുന്ന രീതിയിലാണ്. നമ്മുടെ ഒരു വാക്കായിരിക്കാം ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയോ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയോ ചെയ്യുന്നത്. അതിനാൽ നാം എപ്രകാരമുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതാണ്. ഇനിയും ക്രിസ്തുവിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് നാം തുടർന്ന് കാണുന്നത്. പൗലോസിന് അറിവുള്ളതായ ആളുകളുടെ ഒരു വലിയ പട്ടിക തുടർന്ന് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നു.
ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്ത്രീ പുരുഷന്മാരുടെ പേരുകളാണ് ഈ പറയുന്ന ബാക്കിയുള്ള ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അവർ റോമൻ തെരുവുകളിൽ സഞ്ചരിച്ചിരുന്നവരും റോമൻ പട്ടണങ്ങളിൽ പാർത്തിരുന്നവരും റോമൻ ആധിപത്യത്താൽ അതിൻ്റെ കീഴിൽ കഴിഞ്ഞവരുമാണ്. അവർ വിജാതീയരുടെ മധ്യേ പാർത്തിരുന്ന ദൈവമക്കളായിരുന്നു. ഇവരിൽ പലരും തൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടവരും തൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നവരുമായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പാർത്തിരുന്ന എഫെസോസിലുള്ളവരാണ് ഇവരിൽ പലരും. പൗലോസ് അപ്പോസ്തലൻ റോമിലെ കാരാഗൃഹത്തിലായിരുന്ന സമയത്ത് ഇവരെ ഓർക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമിലോ കൊലോസിയിലോ പോയിരുന്നില്ല. എന്നാൽ തനിക്ക് പരിചയമുള്ള ഒരു കൂട്ടം ആളുകളുടെ പട്ടിക ഇവിടെ താൻ പറഞ്ഞിരിക്കുന്നു. അവരിൽ ഭൂരിപക്ഷവും ഈ 2 പട്ടണങ്ങളിൽ പാർത്തിരുന്നവരാണ്. പൗലോസ് അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് നടത്തുകയും അവർ മടങ്ങി തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് പോയി ദൈവമക്കളായി പാർത്തിരുന്നു എന്നും ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ ഒരു ലിസ്റ്റ് നാം കാണുന്നു. എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനായിരുന്ന തിഹിക്കോസിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരനായ ശുശ്രൂഷയിൽ വിശ്വസ്തനായ തിഹിക്കോസ്. 9-ാം വാക്യത്തിൽ അവനെ ഒനേസിമോസിനോട് ചേർത്ത് അയച്ചു എന്ന് കാണുന്നു. കൊലോസിയിൽ പാർത്തിരുന്ന ഫിലോമോൻ എന്ന ആളിൻ്റെ ഒരു അടിമയായിരുന്നു ഒനേസിമോസ് എന്നറിയാമല്ലോ. അവൻ തൻ്റെ യജമാനനിൽ നിന്ന് ഓടിപ്പോയി. എങ്കിലും പൗലോസിൻ്റെ ശുശ്രൂഷയാൽ കാരാഗ്രഹത്തിൽ വെച്ച് അവൻ കർത്താവിങ്കിലേക്ക് നടത്തപ്പെടുകയും വീണ്ടും അവൻ്റെ യജമാനൻ്റെ അടുക്കിലേക്ക് അവനെ പൗലോസ് പറഞ്ഞയക്കുകയും ചെയ്തതായി നാം ഫിലോമോൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു. ഒനേസിമോസിനെ ഫിലോമോൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലോമോന് ഒരു എഴുത്തും കൂടി എഴുതിയിരുന്നതായി നാം വായിക്കുന്നുണ്ട്. ഒനേസിമോസ് തൻ്റെ പ്രിയ സഹോദരനാകുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഒരു പുതിയ ബന്ധം സ്ഥാപിതമാകും എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടിമ ഒരു പ്രിയ സഹോദരനായി മാറുന്നു. യജമാനനും ദാസനും ഇപ്പോൾ ക്രിസ്തുയേശുവിൽ സഹോദരന്മാരാണ്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ മർക്കോസും, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. പൗലോസിനോട് കൂടെ തടവിലുണ്ടായിരുന്ന ആളാണ് ഈ അരിസ്തർഹോസ്. അവൻ പൗലോസിൻ്റെ സ്നേഹിതനായി. മർക്കോസ് അറിയാമല്ലോ, ബർന്നബാസിൻ്റെ അനന്തരവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം എഴുതിയത് ഈ മർക്കോസാണ്. 1-ാമത്തെ പ്രേക്ഷിത യാത്രയിൽ നിങ്ങൾ ഓർക്കും, മർക്കോസ് പൗലോസിനെയും ബർന്നബാസിനെയും വിട്ടിട്ട് മടങ്ങിപ്പോയതായും ആയതുകൊണ്ട് 2-ാമത്തെ യാത്രയിൽ അവനെ കൂടെ കൊണ്ടുപോകുവാൻ പൗലോസിന് താല്പര്യം ഇല്ലാതിരുന്നതായും നാം വായിക്കുന്നു. പൗലോസിൻ്റെ ആ തീരുമാനം ശരിയായിരുന്നില്ല. മർക്കോസ് നല്ല ആളായി തീർന്നു. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അവനെ കൈക്കൊള്ളാതിരിക്കരുത്. എത്ര മനോഹരമായിരിക്കുന്നല്ലേ. നിങ്ങൾ അവനെ സ്വീകരിക്കണമെന്ന് പൗലോസ് കൊലോസിയയിലുള്ള വിശ്വാസികളോട് പറയുകയാണ് ചെയ്യുന്നത്. തിമോഥെയോസിന് എഴുതുന്ന 2-ാം ലേഖനത്തിൽ പൗലോസ് വീണ്ടും മർക്കോസിനെക്കുറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 4:11, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന്. എത്ര മഹത്തായ സാക്ഷ്യം. ഞാൻ ഈ 11-ാം വാക്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. യുസ്തോസ് എന്ന് പറയുന്ന യേശു, എബ്രായ ഭാഷയിലെ
യോശുവ എന്ന പേരായിരിക്കും ഇത്. പരിച്ഛേദനക്കാരിൽ ഉൾപ്പെട്ടവനാകയാൽ അവൻ ഒരു യഹൂദനായിരുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. കൊലോസിയിലെ സഭയിൽ ഏതാനും ഇസ്രായേല്യരും അല്ലെങ്കിൽ യഹൂദന്മാരും ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നും സൂചന ലഭിക്കുന്നു. എന്നാൽ കൊലോസിയിലെ സഭയിലെ ഭൂരിപക്ഷം ആളുകളും യഹൂദേതരായ ആളുകളായിരുന്നു. 12-ാം വാക്യം ശ്രദ്ധേയമായൊരു വാക്യമാണ്. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കൊലോസിയിലെ സഭാ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രാസ്, ഇപ്പോൾ എപ്പഫ്രാസും പൗലോസിനോടുകൂടെ തടവിലാണ്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ ശുശ്രൂഷയാണ് എപ്പഫ്രാസിനുള്ളത്. അതെന്താ ശുശ്രൂഷയാണ്? പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓടി നടന്നുള്ള ശുശ്രൂഷ രംഗത്ത് നിന്ന് മാറ്റിയാൽ നിരാശപ്പെടരുത്. നിങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവവേലയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന ഒരു പുതിയ ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് നൽകി എന്നേ അതിനർത്ഥമുള്ളൂ. ഒരു പ്രത്യേക വേല ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു എന്നർത്ഥം. എപ്പഫ്രാസ് ഇപ്പോൾ തടവിൽ കിടന്നുകൊണ്ട് കൊലോസിയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നാം വായിച്ചത് പോരാട്ടം കഴിക്കുകയാണ്. നമുക്കൊക്കെ അനുകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു ഒന്നാന്തരം പ്രാർത്ഥനയാണിത്, എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന. അവൻ്റെ പ്രാർത്ഥനയുടെ 4 പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. 1, അവൻ എപ്പോഴും പ്രാർത്ഥിച്ചു. വല്ലപ്പോഴും കൊലോസിയിലെ ആളുകളെ ഓർക്കുകയായിരുന്നില്ല, അവർ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. 2, അവൻ്റെ പ്രാർത്ഥന തീഷ്ണതയുള്ള പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയിൽ പോരാടുന്ന തീഷ്ണത. എപ്പഫ്രാസിന് പ്രാർത്ഥന ഒരു ചടങ്ങായിരുന്നില്ല, അത് പോരാട്ടമായിരുന്നു. 3, അവൻ്റെ പ്രാർത്ഥന വ്യക്തിപരമായിരുന്നു. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. 4, അവൻ്റെ പ്രാർത്ഥന സ്പഷ്ടമായിരുന്നു. വിശ്വാസികൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരും ആയി നിൽക്കേണ്ടത് എപ്പഫ്രാസ് അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. നമുക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന 4 പ്രധാനപ്പെട്ട സംഗതികളാണ് ഇവ. ഇന്ന് എപ്പഫ്രാസിനെ പോലെയുള്ള പ്രാർത്ഥനാ വീരന്മാരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. ഇവ 3 അടുത്തടുത്ത പട്ടണങ്ങളായിരുന്നു. ലവോദിക്കയും ഹിയരപ്പോലിസും തമ്മിൽ ഏകദേശം 6 മൈൽ ദൂരം ഉണ്ടായിരുന്നു, ഏതാണ്ട് 10 കിലോമീറ്റർ. അവ രണ്ടും കൊലോസ്യയ്ക്ക് അടുത്ത സ്ഥലങ്ങളായിരുന്നു. ഈ 3 സ്ഥലങ്ങളിലും സഭകളുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നിരിക്കാം ആ സഭകൾ. അതുകൊണ്ടാണല്ലോ അവൻ ഇത്ര പോരാട്ടം കഴിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നത്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വൈദ്യനായ ലൂക്കോസ്, എത്ര നല്ല സ്ഥാനപ്പേരാണല്ലേ, പ്രിയ ലൂക്കോസ്. അതെ, ദേമാസിനെക്കുറിച്ച് ആദ്യമായി പൗലോസ് സൂചിപ്പിക്കുമ്പോൾ അവനെക്കുറിച്ച് സഹപ്രവർത്തകനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദേമാസിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൗലോസിന് ഇപ്പോൾ ദേമാസിനെക്കുറിച്ച് നിശ്ചയമില്ല എന്ന് കരുതാവുന്നതാണ്. പിൽക്കാലത്ത് ദേമാസ് പൗലോസിനെ വിട്ടിട്ട് പോകുന്നതായി നാം വായിക്കും. എത്രയോ നിർഭാഗ്യകരമായ കാര്യമാണത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഒരിക്കൽ ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന എത്രയോ ആളുകളെ ദേമാസിൻ്റെ അനുഭവത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനി 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവീൻ. ഈ പട്ടണങ്ങളിൽ യഹൂദേതരരായ വലിയ ഒരു കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ വീടുകളിലാണ് അന്ന് കൂടി വന്നിരുന്നത്. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ച് തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും
ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ. പൗലോസിൻ്റെ എഴുത്തുകൾ എല്ലാ സഭകളിലും അറിയത്തക്ക വിധം പ്രചരിപ്പിച്ചിരുന്നു എന്ന് വിശ്വസിക്കാം. ലവോദിക്കക്കാർ അതിൽ ഒന്ന് വായിച്ചിരുന്നു. ഈ 2 ലേഖനങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യണമെന്നത്രേ പൗലോസ് ആവശ്യപ്പെടുന്നത്. എഫേസ്യ ലേഖനമാണ് ഈ ലവോദിക്കയിൽ നിന്നുള്ള ലേഖനത്തിൽ നിന്നും അർത്ഥമാക്കുന്നത് എന്നാണ് അനേകം വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. അത് എഫേസ്യ ലേഖനമായിരുന്നിരിക്കാം. 17-ാം വാക്യത്തിൽ വരുമ്പോൾ, അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ. അർഹിപ്പോസിനെക്കുറിച്ച് ഈ സൂചനയല്ലാതെ യാതൊന്നും തന്നെ നമുക്കറിയില്ല. അവനൊരു പ്രത്യേക വരം ലഭിച്ച ആളായിട്ട് ഉണ്ടായിരുന്നു എന്നും ആ വരം ഉപയോഗിക്കണമെന്നുമാണ് പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഒടുവിലത്തെ വാക്യം, പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. തൻ്റെ അധിക ലേഖനങ്ങളും പൗലോസ് പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഗലാത്യ ലേഖനം തൻ്റെ സ്വന്തം കയ്യാലെ എഴുതിയതായിരുന്നു എന്ന് നാം കാണുന്നു. ഇവിടെ താൻ പറഞ്ഞുകൊടുത്ത് എഴുതിച്ച ലേഖനത്തിൽ അവസാനം ഒപ്പുവെക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ എന്ന് 2ാം പ്രാവശ്യമാണ് പൗലോസ് പറയുന്നത്. അതായത് പ്രാർത്ഥനയിൽ എന്നെ ഓർത്തുകൊള്ളുവീൻ എന്ന് അപേക്ഷിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് കൊലോസ് ലേഖനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അവിടെയുള്ളവരിൽ ഭൂരിഭാഗം ആളുകളെയും പൗലോസിന് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, പൗലോസാണ് അവരെ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നടത്തിയത്. എത്ര മനോഹരമായൊരു ലേഖനമാണ് ഈ കൊലോസ് ലേഖനം. എത്ര ഉന്നതമായ കാര്യങ്ങളാണ് അത് നമ്മെ പഠിപ്പിച്ചത്. എത്ര മനോഹരമായി ജീവിക്കുവാനായി നമ്മെ തയ്യാർ ചെയ്യുന്ന ഈ ലേഖനം തീർച്ചയായിട്ടും അതേ അർത്ഥത്തിൽ മുൻപോട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കൊലോസ്യ ലേഖനത്തിൻ്റെ പഠനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരാതെ ക്രിസ്തുവിൻ്റെ നാളിൽ അത് പ്രശംസയ്ക്ക് കാരണമായി തീരുവാൻ ഇടയാകട്ടെ. ഈ പഠനത്തിൽ പങ്കാളികളായ എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.